ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ബഹിരാകാശത്തേക്ക് പോയ ഒരു പേടകം. ഈ പേടകം തകർന്ന് വീണപ്പോൾ അതിലെ ഒരു സിലിണ്ടർ ഓസ്ട്രേലിയയിൽ ചെന്ന് വീണു. ഈ സിലിണ്ടറിനകത്തൊരു പ്രത്യേകതരം ഫംഗസ് ഉണ്ട്. ഈ ഫംഗസ് മനുഷ്യർക്ക് ബാധിച്ചാൽ അവർ പേ പിടിച്ച അവസ്ഥയിലാകും, ഒരു ജോംബി പോലെയാവും. ഈ പേ പിടിച്ച മനുഷ്യൻ മറ്റൊരാളെ കടിക്കണമെന്നില്ല, തുപ്പി കാണിച്ചാൽ മതി, മറ്റേ ആൾക്കും ഇതേപോലെ പേ ഇളക്കും. ഇതിങ്ങനെ എല്ലാവർക്കും പടർന്നാലോ ലോകം മൊത്തം നശിച്ചു പോകില്ലേ? ഇങ്ങനെ ലോകം നശിക്കാൻ പോണ സമയത്ത് അമേരിക്കക്കാരാണ് എല്ലാ സിനിമയിലും ലോകത്തെ രക്ഷപ്പെടുത്തുന്നത്. അതുപോലെ ഇപ്രാവശ്യവും 2 അമേരിക്കക്കാർ വന്നിട്ടുണ്ട്. അതിലെ ഒരാള് നമുക്കിഷ്ടപ്പെട്ട ലിയാം നീസനാണ്. ഇനിയിപ്പോൾ ഈ കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് കാണാം. അതിനു മുന്നേ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1979 അമേരിക്കയിലെ നാസ സ്കൈലാബ് എന്ന് പറഞ്ഞൊരു സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. അതിലൊരുപാട് സയന്റിഫിക് എക്സ്പെരിമെന്റുകൾ നടത്തിയ സാധനങ്ങളുണ്ടായിരുന്നു. ഈ സംഭവം ഓർബിറ്റിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്ത്. അപ്പോൾ അതിലുള്ള ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുകയും കത്തിപ്പോവുകയും ചെയ്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയെന്നാണ് നാസ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അവർ മിസ്സാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കാണാം. 18 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ അവിടുത്തെ ഒരു റിമോട്ട് വില്ലേജിലുള്ള ആള് ടെലിഫോൺ ബൂത്തിലേക്ക് ഓടി വരികയാണ് മരണഭയം കൊണ്ട്. അയാൾ ആർക്കോ കോൾ ചെയ്യുന്നു. ഈ സമയത്ത് പാരീസിൽ വെക്കേഷൻ കാലാവധി ആസ്വദിക്കാൻ വേണ്ടി ഒരു സയന്റിസ്റ്റ് ലേഡി വന്നിട്ടുണ്ട്, ഡോക്ടർ മാർട്ടിൻസ്. അവർക്കൊരു കോള് വരികയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നാസയിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടർ. ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും ഞാൻ ആ കോള് നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരാ വിളിച്ച ആളുടെ കോള് ഡോക്ടർക്ക് കൈമാറാണ്. ഡോക്ടർ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, നിങ്ങളുടെ നാസ പേടകത്തിൽ നിന്നും വീണ ഒരു സിലിണ്ടർ ഞങ്ങളുടെ വില്ലേജിലാണുള്ളത്. അതിനകത്തുനിന്ന് എന്തോ ഒരു സംഭവം പുറത്തേക്ക് വന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സഹായം എത്തിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. പെട്ടെന്ന് വരൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ലേഡി അയാൾ വിളിക്കുന്ന എക്സാക്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിക്കുകയാണ്. അത് കിവിർകുറ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ ഒരു റിമോട്ട് വില്ലേജാണ്. എത്രയും പെട്ടെന്ന് വരൂ എന്ന് പറയുമ്പോഴേക്കും ആ കോള് കട്ടാവുന്നു. ഡോക്ടർ ഉടനെ അവിടുന്ന് പുറപ്പെടുകയാണ്. നാസക്കാർ ചോദിക്കും എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് ഡോക്ടറമ്മ പറയുന്നത്, പണ്ട് ആ വിട്ട പേടകത്തിൽ നിന്നും ഒരു സിലിണ്ടർ മിസ്സായിട്ടുണ്ട്. അത് കത്തിപ്പോയി എന്നാണ് ആൾക്കാർ കരുതിയത്. എന്നാൽ അത് ഓസ്ട്രേലിയയിലാണ് വീണിരിക്കുന്നത്. അതിനകത്ത് നിന്നും എന്തെങ്കിലും ഡേഞ്ചർ സാധനങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞ് അടുത്ത 27 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ ആ സ്പോട്ടിലേക്ക് ലാൻഡ് ചെയ്യും. എന്നാൽ ആ ഫോൺ വിളിച്ച ആളെ കാണുന്നില്ല. ചുറ്റുമുള്ള ഗ്രാമത്തിലും ആരെയും കാണാനില്ല. ഈ ഡോക്ടറെ സഹായിക്കാൻ വേണ്ടി 2 പട്ടാളക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ ഹീറോ മേജർ റോബർട്ട്. പിന്നെ റോബർട്ടിന്റെ കൂട്ടുകാരി വെള്ളക്കാരി അമ്മ. ഇവരെന്താണ് വിഷയമെന്ന് ഡോക്ടറോട് ചോദിക്കുക. ഡോക്ടർ പറയും, 18 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു സിലിണ്ടർ ഈ പ്രദേശത്ത് വീണിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയ ഒരു ഗ്രാമവാസി അത് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ഇത് കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങി പ്രദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കാര്യം ഇത്രയും കാലമായിട്ട് നാസ അറിഞ്ഞിട്ടില്ല. ആ സിലിണ്ടറിനകത്ത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹീറോ. ഡോക്ടർ പറയും, ആ സിലിണ്ടറിൽ നമ്മൾ കൊണ്ടുപോയത് മൈക്രോബയൽ ഓർഗാനിസമാണ്, ഒരു പാരാസൈറ്റിക് ഫംഗസ്. അതൊരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്, ബഹിരാകാശത്ത് പോകുന്ന ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മോളിൽ പോയിട്ട് താഴെ വന്ന സാധനത്തിന് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിനെന്തെങ്കിലും പരിണാമം സംഭവിച്ച് അത് ആൾക്കാർക്ക് ഡേഞ്ചറസ് ആയോ എന്നറിയില്ല. അത് പരിശോധിക്കണം എന്ന് പറയും ഡോക്ടർ. ആ വില്ലേജിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യനെയും കാണുന്നുണ്ടാവില്ല. ഈ ഡോക്ടർ എന്തായാലും സേഫ്റ്റിക്ക് എന്തോ ഒരു ആന്റിബയോട്ടിക്കൊക്കെ കുത്തിവെച്ച് ഇവർ കൊറോണ വരുമ്പോൾ ഡോക്ടർമാരിടുന്ന വസ്ത്രം പോലുള്ള വസ്ത്രമൊക്കെ ഇട്ട് കയ്യിൽ 1-2 പെട്ടിയും തൂക്കി ആ ഗ്രാമം പരിശോധിക്കാൻ ഇറങ്ങാണ്. ഒരു മനുഷ്യക്കുഞ്ഞിനെയും കാണുന്നില്ല. സൂട്ടിൽ തന്നെ ബോഡി ക്യാമറ ഉള്ളതുകൊണ്ട് നടക്കുന്നതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. ഇങ്ങനെ തെണ്ടി നടന്ന അവസാനം ആ സിലിണ്ടർ അവർ കണ്ടുപിടിച്ചു. അതൊരു ഗ്യാസ് കുറ്റി പോലത്തെ സിലിണ്ടർ അല്ല, ഒരു ഫോൺ ബൂത്തിന്റെ അത്രയും വലിപ്പമുണ്ട്. എന്തായാലും അത് തൊടണ്ട, ദൂരത്തേക്ക് മാറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പരിശോധിക്കുക. ഈ ഗ്രാമവാസികൾ അത് കഴുകാൻ വേണ്ടിയിട്ട് സോപ്പും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എന്തിനാണെന്നറിയില്ല, അത് ചിലപ്പോൾ ആ നാട്ടിലെ രീതിയായിരിക്കും. എന്തായാലും ഈ സോപ്പും ഉരുളക്കിഴങ്ങും കൂടി ഒന്നു ചേർന്നപ്പോൾ ഉണ്ടായ കെമിക്കൽ റിയാക്ഷൻ വഴി ഈ സിലിണ്ടറിനകത്ത ഫംഗസിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഫംഗസിന് ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി, അതൊന്നുകൂടെ ഗ്രോ ആവും. എന്തായാലും ആ സിലിണ്ടറിന് ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ ചേച്ചി കാര്യമായിട്ട് പരിശോധിക്കുക. ഒരു ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട്. നല്ല ആഴത്തിൽ വീക്ഷിക്കാൻ വേണ്ടി തോളെ പിടിക്കാൻ പറഞ്ഞിട്ട് ചേച്ചി ചെരിഞ്ഞ് ഈ ടാങ്കിനകത്ത് പരിശോധിക്കും. അപ്പോഴാണ് കാണുന്നത് ഫംഗസിന് വളരെ വേഗത്തിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. അതും ചില ഈ ബ്ലാക്ക് മാന്റെ പടത്തിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ആകുന്ന വേഗം, ആരെങ്കിലും അടുത്തു പോയാൽ ചാടി പിടിക്കുന്നൊരു വേഗം. ഇത് ഡോക്ടർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ഫംഗസ് പുറത്തേക്ക് ചീറ്റുന്നുണ്ട്. അവർ പുറകിലേക്ക് ചാടി മാറും. എന്നാൽ ഈ ഫംഗസ് ആ സമയത്ത് അവരുടെ ഷൂവിൽ പറ്റി പിടിക്കുന്നുണ്ട്. ഇവരത് കാര്യാക്കില്ല. ആ നേരത്താണ് കൂടെ വന്ന മറ്റൊരു സോൾജറിലെ വെള്ളക്കാരിയമ്മ അവര് പെരപ്പുറത്ത് കയറി അവിടെ ഒരു ബോഡി ഉള്ളത് കണ്ടുപിടിക്കുക. ഈ
ബോഡി കാണാൻ വേണ്ടി ബാക്കിയുള്ള 2 പേരും കൂടെ പെരപ്പുറത്ത് കയറുന്നുണ്ട്. ആ നേരത്ത് ഷൂവിൽ പറ്റിപ്പിടിച്ചിരുന്ന ഫംഗസ് ഷൂവിനകത്ത് എങ്ങനെയൊക്കെ ഓട്ടയുണ്ടാക്കി മെല്ലെ ചേച്ചിയുടെ ബോഡിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഇവര് പെരപ്പുറത്ത് കയറി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുന്നു. എന്നാൽ സാധാരണ രീതിയിലല്ല. തലയൊക്കെ ബൾജായി, വയറൊക്കെ പൊട്ടി, ഒരുമാതിരി ഗ്യാസ് അടിച്ച് പൊട്ടിത്തെറിച്ചതുപോലെ മരിച്ചു കിടക്കുക. ഇവരത് കണ്ട് പേടിച്ച് ചുറ്റും നോക്കുമ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരും ഇതുപോലെ പെരപ്പുറത്ത് കയറി പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുകയാണ്. സോ ഇപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലാവുക ഈ ഫംഗസ് അത് കൂടിയ ആളുടെ ബ്രെയിനിനെയും ബാധിച്ച് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി പൊക്കത്തിലേക്ക് കയറി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അതിന് റീപ്രൊഡ്യൂസ് ആവണമല്ലോ, അതിനുവേണ്ടി ആ ഫംഗസ് ഈ വഴിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതെല്ലാ സസ്യമൃഗങ്ങൾക്കും റീപ്രൊഡ്യൂസ് ആവാൻ ഓരോ വഴിയുണ്ട്. ആ സംഭവം നാച്ചുറലാണ്. അതേപോലെ ഫംഗസിന് ചിലപ്പം ഈ വഴിയായിരിക്കും. അത് എത്രയും പെട്ടെന്ന് അടുത്ത ആൾക്കാരെ ബാധിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം കേട്ട ഹീറോ പറയും, എന്നാൽ ഡോക്ടറെ പെട്ടെന്ന് സാമ്പിൾ എടുത്ത് ഇറങ്ങൂ, നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, അത് നമ്മുടെ ജീവനും അപകടത്തിലാക്കും. ഇത് പടരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം നശിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഇറങ്ങുമെന്ന് പറയുക. അതനുസരിച്ച് ഡോക്ടർ ഈ സാമ്പിൾ എടുത്തൊരു കുപ്പിയിലാക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ ഷൂവിൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഫംഗസ് ഇല്ലേ, അത് മെല്ലെ വസ്ത്രത്തിൽ കയറി അതിനകത്ത് നിന്ന് ഡോക്ടറുടെ ബോഡിയിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അപാരമായ ഒരു ഫംഗസാ. സാധാരണ രോഗങ്ങളൊക്കെ വന്നാൽ അതിനെ തടയാൻ വേണ്ടി ഈ സൂട്ട് മതിയായിരിക്കും. എന്നാൽ സൂട്ടിൽ തന്നെ ദ്വാരം ഉണ്ടാക്കി അതിനകത്ത് കയറി ആക്രമിക്കാൻ ഈ ഫംഗസിന് കഴിയുന്നുണ്ട്. അത് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. സാമ്പിൾ എടുത്ത് തിരിഞ്ഞടക്കുമ്പം തന്റെ ബോഡി മൊത്തം ചൂടാകുന്നതായിട്ട് ഡോക്ടർക്ക് ഫീൽ ചെയ്യും. അവരത് കൂടുള്ളവരോട് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയും കൂട്ടുകാരിയും അതത്ര കാര്യമായിട്ട് എടുക്കില്ല. മുന്നോട്ട് പോകെ ഈ ഫംഗസിന്റെ അറ്റാക്ക് കൂടുന്നു. ഒരുപക്ഷെ ഡോക്ടർ ആന്റിബയോട്ടിക് കുത്തിവെച്ചതുകൊണ്ടായിരിക്കണം ഇത്രയും സമയം ജീവനോടെ നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിന്റെ എഫക്റ്റും കഴിഞ്ഞ് ഇപ്പൊ ഒരു പച്ച കളറിൽ എന്തോ ഛർദ്ദിക്കുകയാണ്. ഉടനെ അവരുടെ ബ്രെയിൻ സെല്ലെല്ലാം എഫക്റ്റായി മുഖമെല്ലാം പൊള്ളി തുടങ്ങി. ഇവർ ഓടാൻ തുടങ്ങും. അപ്പോഴാണ് ഹീറോയ്ക്കും കൂട്ടുകാരിക്കും മനസ്സിലാവുക ഡോക്ടറെ ഈ ഫംഗസ് ബാധിച്ചു എന്നുള്ളത്. ഇവർ പറയുന്നത് ആ ലേഡി കേൾക്കുന്നില്ല. അത് ഓടിപ്പോയി കാറെടുത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുക. നമ്മുടെ സോൾജറമ്മ ഉടനെ തോക്കെടുത്ത് അവരെ വെടിവെച്ച് പിടിക്കാൻ നോക്കും. എന്നാൽ ഈ ഡോക്ടർ കാർ റിവേഴ്സ് ഇട്ട് അവരെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുക. സോൾജറമ്മയെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ആ ഇടി ഹീറോയാണ് കൊള്ളുന്നത്. അതോടെ ഹീറോയുടെ ഇടുപ്പിൽ തകരും. അങ്ങേരെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിലത്ത് കിടക്കുകയാണ്. ഈ നേരത്ത് ഡോക്ടർ ലേഡി, ഫംഗസ് ബാധിച്ച പെണ്ണ്, അവര് കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഈ ആർമിക്കാരിയെ ചവിട്ടിയിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുക്കും. എന്നിട്ട് ആർമിക്കാരിയെ കൊല്ലാൻ നിൽക്കുക. അപ്പൊ അവർ വിളിച്ച് പറയാണ്, ഡോക്ടർ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഇപ്പൊ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്, ആ ഫംഗസ് ആണ്, ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, ഇത് സ്പ്രെഡ് ആവാൻ അനുവദിക്കരുത്, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ എന്ന് വിളിച്ചു പറയാണ്. ഉടനെ ഡോക്ടർ താൻ കയ്യിലെടുത്ത തോക്ക് തിരിച്ചു പിടിച്ച് സ്വന്തം നെഞ്ചത്തേക്ക് വെടിവെച്ച് വീഴും. സോ കുറച്ച് ബോധമെങ്കിലും ബാക്കിയുള്ളത് കൊണ്ടാണ് മനുഷ്യരാശി മുഴുവൻ നശിച്ചു പോകണ്ടെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ ചെയ്തു. അവർ ജീവൻ കൊടുത്ത് ജനങ്ങളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അത് കഴിയുമ്പോൾ ആർമി അമ്മ ഓടി വന്ന് ഹീറോയെ പൊക്കിയെടുക്കുന്നു. എത്രയും പെട്ടെന്ന് ആർമി ട്രൂപ്പിനെ വിവരം അറിയിച്ച് അവർ വന്ന് ഈ സാമ്പിൾ മാത്രം എടുത്ത് മാറ്റിയിട്ട് ആ സ്ഥലം മുഴുവൻ ബോംബ് വെച്ച് തകർക്കും, കത്തിച്ചു കളയും, ഈ വൈറസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ സാമ്പിൾ ഇല്ലേ, അത് മാത്രം സെക്യൂർ ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ഒരു ആർമി സെന്ററിൽ, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്ററിൽ ഈ മിസൈലുകളൊക്കെ സൂക്ഷിച്ചു വെക്കില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ലാബ് ഉണ്ടാക്കി അതിലൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടുപോയി ഈ ഫംഗസിനെ വെക്കുകയാണ്. എന്നിട്ട് ഡോറും ലോക്ക് ചെയ്ത് ആ സ്ഥലം ഇല്ലാത്തതുപോലെ സീൽ ചെയ്യും, ആർക്കും പെട്ടെന്ന് ആക്സസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ആർമിക്കാർ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഈ സ്ഥലം വെറുതെ കിടക്കുന്നതുകൊണ്ട് പബ്ലിക് സെയിലിന് വേണ്ടി വെച്ചു. ഗവൺമെന്റ് മാറി വരുമല്ലോ, അതുകൊണ്ട് അവർ ഈ വിഷയം വലിയ കാര്യമായിട്ട് എടുത്തില്ല. പലർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ആ സ്ഥലം ഗവൺമെന്റ് പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് വിൽക്കുകയാണ്. സോ ഇപ്പം ആ സ്ഥലം എടുത്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്റ്റോറേജ് കമ്പനിയാണ്. ആൾക്കാരൊക്കെ അവർക്ക് വേണ്ട സാധനങ്ങൾ ബാങ്ക് പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കില്ലേ, അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഓണർ ഒരു കുറുന്താടിക്കാരൻ, അവിടെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ സിനിമയിൽ വരുന്ന ഒരു യങ്ങർ ഹീറോ. ഈ കുറുന്താടിക്കാരൻ ആളത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ഇവിടെ ഇയാൾ ഇല്ലീഗലായിട്ട് പല സാധനങ്ങളും സ്റ്റോർ ചെയ്യും, രാത്രി കാലങ്ങളിൽ അത് വിൽക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഒന്ന് സഹകരിക്കാൻ പുള്ളി കുഞ്ഞു ഹീറോയോട് പറയുന്നുണ്ട്. എന്നാൽ കുഞ്ഞു ഹീറോ സമ്മതിക്കില്ല. കാരണം അവന്റെ പേരിൽ ഓൾറെഡി 1-2 തരികിട കേസുകളൊക്കെ ഉണ്ട്, കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞതുമാണ്. ഇനിയും ജയിലിൽ പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ സഹകരിക്കില്ല, നീ വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ ജോലി ചെയ്യുക. ഇയാളെ പകൽ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോവും. നൈറ്റ് ഷിഫ്റ്റാണ് കുഞ്ഞു ഹീറോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ പുതുതായിട്ട് ഒരു ലേഡിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവളെ ടേക്ക് കെയർ ചെയ്തോ, മാത്രമല്ല ഉള്ളിൽ നിന്ന് എന്തോ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്, അതും കൂടെ ഫിക്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോവാ. കുഞ്ഞു ഹീറോ വന്ന് തന്റെ സീറ്റിലിരിക്കുന്നു. CCTV നോക്കുമ്പോൾ ആ പുതുതായിട്ട് ജോയിൻ ചെയ്ത പെണ്ണ് സ്റ്റോറേജ് റൂമെല്ലാം പരിശോധിച്ച് നടക്കുന്ന കാണാം. ഈ നേരത്ത് ഒരു അമ്മച്ചി അങ്ങോട്ട് ഈ സ്റ്റോറേജ് ബാങ്കിലേക്ക് വരുന്നുണ്ട്. അവർക്കൊരു ലോക്കർ റൂമുണ്ട്. അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കണം, ഇന്ന് എന്റെ ആനിവേഴ്സറി ആണെന്നും പറഞ്ഞിട്ട് അമ്മച്ചി തനിയെ ആ ലോക്കർ മുറിയിലേക്ക് പോകുന്നു. അവർ റൂം തുറന്ന് തന്റെ സാധനങ്ങൾക്കിടയിൽ നിന്നും ഭർത്താവിന്റെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അതിനൊരു ഉമ്മയൊക്കെ വെച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി, ഇനിയും
ഇനിയും ഒറ്റയ്ക്ക് ഞാൻ എന്തിനാ ജീവിക്കുന്ന, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ വരാമെന്നും പറഞ്ഞ് ഈ തോക്ക് കൊണ്ട് സ്വന്തം ശരീരത്തേക്ക് ഷൂട്ട് ചെയ്ത് മരിക്കാൻ തയ്യാറാവുക. അമ്മച്ചിക്ക് ജീവിതം ബോറടിച്ചു തുടങ്ങി. എന്നാൽ മരിക്കാൻ പോണ സമയത്ത് ഒന്ന് അവസാനമായിട്ട് കുറച്ചേരം ഉറങ്ങിക്കളയാം, എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് മരിക്കുന്നു, ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് മരിക്കാമെന്നും പറഞ്ഞ് വല്യമ്മ അവിടെ തന്നെ പുതവും പോച്ച് കിടക്കും. ഈ നേരത്ത് കുഞ്ഞു ഹീറോ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ബീപ്പ് എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ സൗണ്ടിനെ പറ്റിയാണ് അതിന്റെ ഓണർ കുറുന്താടിക്കാരൻ പറഞ്ഞത്. ആ സൗണ്ട് എവിടുന്നാ വരണേന്ന് അവന് മനസ്സിലായില്ല. എന്തായാലും ഈ ഒരു ഇഷ്യൂ ഉപയോഗിച്ച് ആ പെണ്ണിനോട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് കുഞ്ഞു ഹീറോ പുതിയ ജോലിക്കാരി പെണ്ണിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവളോട് ഈ കാര്യം പറഞ്ഞ് ചുറ്റും പരിശോധിക്കാൻ പറയും. അവൾ പരിശോധിച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ള ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് പറയാം. ആ നേരത്ത് അവളുടെ എക്സ് ഭർത്താവ് വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത്തിരി പെശകായതുകൊണ്ട് ഇനി എന്നെ വിളിക്കരുത്, നമ്മൾ തമ്മിലൊരു ബന്ധമില്ലാന്നും പറഞ്ഞ് ഇവൾ ഒഴിവാക്കിയതാ. വീണ്ടും വിളിക്കുമ്പം വീണ്ടും അതന്നെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഒഴിവാക്കി വിടും. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു. അവളുടെ പേര് നയോമി എന്നാണ്. കുഞ്ഞു ഹീറോയുടെ പേര് എന്തോ ഒരു പേര്, അത് പ്രസക്തമല്ല. ഇപ്പോൾ അവൾ കേക്ക് ചെയ്യും ബീപ്പ് എന്ന സൗണ്ട് വരുന്നുണ്ട്. ഇവർ പരിശോധിക്കാൻ തുടങ്ങും. ആ നേരത്തായിരിക്കും എവിടെയോ കിടക്കുന്ന ഹീറോയ്ക്ക് ഒരു കോൾ വരും. ഇവർ ഈ സ്പെഷ്യൽ സോൾജേഴ്സിന് ചില കോഡ് ഭാഷകളുണ്ടല്ലോ, അതാണ് പറയുക. അപ്പോൾ സംഭവം സീരിയസ് ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. കൂടെ കിടക്കുന്ന ഭാര്യ ചോദിക്കും ആരാണ് വിളിച്ചതെന്ന്. അതിൻ്റെ വേറൊരു ഭാര്യയാണെന്ന് പറയുന്നു ഹീറോ. ഈ രാത്രിയിൽ ഇമ്മാരി വർത്താനം പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞ് കെട്ടിയോളെ ഭീഷണിപ്പെടുത്തുക. ഹീറോ എനിക്ക് തമാശ പറയാൻ നീയല്ലേ ഉള്ളോട് പെണ്ണെ, നീ എൻ്റെ വാവക്കുട്ടിയല്ലേ എന്നും പറഞ്ഞ് കിച്ചണിലേക്ക് വരും. പുള്ളിക്ക് ഇപ്പോഴും ആ നടുവേദന മാറിയിട്ടില്ല. അവിടെയാണ് ആ സ്പെഷ്യൽ വയർലെസ് ഫോൺ ഉള്ളത്. ഹീറോ അതെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കുഞ്ഞു ഹീറോയും ആ പുതിയ പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവർ ഓണർ ഒരു വൃത്തികെട്ടവനാണ്, പലരെയും പറ്റിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് വാളിന്ന് ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിട്ട് തോന്നും. ഇവരവിടുത്തെ വലിയ പിക്ചറൊക്കെ മാറ്റിയിട്ട് മെല്ലെ ആ വാളിലൊരു ഓട്ടയുണ്ടാക്കി നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ആ പെണ്ണിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഹീറോ പറയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ ഓണർ വഴക്കുണ്ടാക്കിയാലോ. ഇത് കേൾക്കുമ്പോൾ ആ പുതിയ പെണ്ണ്, അവൾ ഇച്ചിരി വെകിളി പെണ്ണ, അവൾ പറയാണ് അങ്ങനെ ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയാലും അയാൾ അറിയാത്ത പോലെ എനിക്കത് പാച്ചപ്പ് ചെയ്യാനുള്ള വഴികളൊക്കെ അറിയാം. പിന്നെ ഈ ബീപ്പ് സൗണ്ട് എവിടുന്നാ വരണേന്ന് നമുക്ക് അറിയണമല്ലോ, നമ്മൾ ഈ സ്റ്റോറേജിന്റെ സെക്യൂരിറ്റികളല്ലേ, അപ്പോൾ അത് നമ്മുടെ കടമയാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവനെ കൊണ്ടത് പൊളിക്കാൻ തയ്യാറാക്കി. ഈ നേരത്ത് നമ്മുടെ ഹീറോ, മെയിൻ ഹീറോ, ആ പ്രത്യേക വയർലെസ് എടുത്ത് അവരെ കൺട്രോൾ സെന്ററിലേക്ക് വിളിക്കുകയാണ് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയും ഈ ഫംഗസിനെ സൂക്ഷിച്ചിരിക്കുന്ന ലോക്കർ റൂമില്ലേ, അത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, ഒരു കോൾഡ് സ്റ്റോറേജാ. അവിടെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായാൽ അത് കൺട്രോൾ സെന്ററിലേക്ക് അറിയും. സോ അങ്ങനെ അവരവിടെ എന്തോ മാറ്റം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഹീറോനെ വിളിച്ചറിയിച്ചാണ്. അതിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും ഇപ്പൊ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാർക്ക് അറിയില്ല. ഇവർ അലേർട്ട് വരുന്നുണ്ടെന്നുള്ളത് മാത്രം ഹീറോനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹീറോ പറയും ഞാൻ 5 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളെ കൺട്രോൾ സെന്ററിൽ വിളിച്ച് പറഞ്ഞാണ് അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേയും വിളിച്ചിരുന്നു, നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പം ഇത് അവിടെ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായിട്ട് എത്ര നേരമായി എന്ന് ചോദിക്കുകയാണ് ഹീറോ. ഉച്ച കഴിഞ്ഞ് 3:14 അവിടുത്തെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും വൈകിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇത് വൈകിക്കാൻ പറ്റുന്ന വിഷയമല്ല, ഡേഞ്ചറസ് ആണ്. ഞാൻ അടുത്ത 90 മിനിറ്റിൽ ആ സ്ഥലത്തേക്ക് എത്താമെന്നും പറഞ്ഞ് ഹീറോ പുറപ്പെടും. പോകാൻ വേണ്ടി ഒരു പ്ലെയിനും ചോദിക്കുന്നുണ്ട്. അപ്പൊ കൺട്രോൾ സെന്ററിലെ ആർമിക്കാരി ഇതങ്ങനെ വിഷയാക്കാനുള്ള വലിയ ത്രെട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയും ഞാനൊരു ലിസ്റ്റ് തരാം, അതിൽ വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് ഏർപ്പാടാക്കി തരണം. ഇതൊരു വലിയ ഭീഷണിയാണ്, ഈ രാജ്യത്തിനല്ല ഈ ലോകത്തിന് തന്നെ വരാൻ പോകുന്ന വലിയ ഭീഷണിയാണ്. അത് കേട്ട കൺട്രോൾ സെന്ററിലെ ലേഡി പറയാണ് സോറി സാർ, നിങ്ങൾ ചോദിക്കുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിന് അതോറിറ്റികളുടെ പെർമിഷൻ വാങ്ങിക്കണം, സമയമെടുക്കും, ഒരുപാട് പേരെ അറിയിക്കാനുണ്ടെന്ന്. അത് കേട്ട ഹീറോ ആ കോൾഡ് സ്റ്റോറേജിൽ ഒരു പ്രത്യേക ഫംഗസ് ഉണ്ട്, അത് ആൾക്കാരെ ബാധിച്ചാൽ പിന്നെ നാട്ടിൽ മൊത്തം സോംബികളായിരിക്കും. നിങ്ങൾ ആർമിയിൽ ചേർന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യം നടപ്പിലാക്കേണ്ട സമയമാണത്. ഈ സമയത്ത് ഉഴപ്പരുത്. ജന്മനാടിനു വേണ്ടി, അത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരേണ്ടതാണ്. ഇതിൽ അതോറിറ്റികൾ ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല. ഈ അവസരം മിസ്സാക്കി കളഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതിന്റെ കുറ്റബോധം പേറേണ്ടി വരും. ഈ ഫംഗസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് എന്നെ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുന്നു പറയാണ് ഹീറോ. ഈ നേരത്ത് നമ്മുടെ വെകിളികൾ അവർ ഭിത്തിക്ക് ഓട്ടയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്താണെന്ന് നോക്കുക. അപ്പോൾ അതിനകത്തൊരു കൺട്രോളിംഗ് പാനൽ സെറ്റപ്പ് ആയിരിക്കും. ഇതിൽ നിന്നാണ് ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. മെയിൻ യൂണിറ്റ് അല്ല, മെയിൻ സ്റ്റോറേജ് യൂണിറ്റുകളുടെ ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവില്ലേ, വീടുകളിലൊക്കെയുള്ള MCB ബോർഡ് പോലെ, അങ്ങനത്തെ ഒരു ബോർഡാണിത്. ഇതിൽ ആ സ്റ്റോറേജ് റൂമിന്റെ വിവരങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ എന്തോ തകരാറ് പറ്റിയതുകൊണ്ടാണ് ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. ഇത് ഇന്ന് വരെ അവർ കാണാത്ത രഹസ്യ ബേസ്മെന്റിലാണുള്ളത്. എന്നാൽ അങ്ങോട്ട് പോകാനുള്ള വഴി ഈ കൺട്രോൾ ബോർഡിലുണ്ടാവും. അത് കണ്ടിട്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ് ആ പുതിയ പെണ്ണ്. കുഞ്ഞു ഹീറോ പറയും ഇത്രയും റിസ്ക് എടുത്ത് തന്നെ കുഴപ്പത്തില്ല, ഇനി അങ്ങോട്ടും കൂടെ പോകാൻ ഞാനില്ല, നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിക്കണ്ട, എനിക്ക് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാൻ പേടിയാണ്. അപ്പൊ പുതിയ പെണ്ണ് നീ ഒരു ഫണ്ണായിട്ടുള്ള ഗൈയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇത്ര പേടിത്തൊണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല, എന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക്,
ഇതിലെന്ത് കുഴപ്പമുണ്ടായാലും ഏറ്റെടുക്കാൻ ഞാനും തയ്യാറാണല്ലോ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഒന്ന് പോയി നോക്കുന്നുണ്ട്, എന്താ കുഴപ്പം? നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ മാനിപ്പുലേറ്റ് ചെയ്യുക. സോ കുഞ്ഞു ഹീറോ അതിനും സമ്മതിക്കും. എന്നാൽ പിന്നെ പോയി നോക്കാമെന്നും പറഞ്ഞ് ഇവർ താഴത്തേക്ക് പോവാണ്. ഈ സമയത്ത് ഇവരെ സെൻറ്ററിലേക്ക് പുതിയൊരു കാറ് വരുന്നുണ്ട്. ആ കാറിനകത്തുള്ളത് മറ്റാരുമല്ല, ഈ പുതിയ പെണ്ണിന്റെ പഴയ കെട്ടിയവനാണ്. അയാൾ ഈ പെണ്ണുമായിട്ട് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ നേരത്ത് നമ്മുടെ പിള്ളേര് മാപ്പ് നോക്കി പോയി അവസാനം ഒരു ഡെഡ് എൻഡിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒന്നും കാണാനില്ല. ചവിട്ടി പൊളിച്ച് നോക്കുമ്പോൾ ഒരു ഡോറുണ്ട്. അതിനകത്ത് പോകുമ്പം കുറെ റെഡ് ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് എന്തോ ഡേഞ്ചർ സോണ് പോലെ വലിയൊരു ഹാൾവേ. ഇവരെന്തായാലും അവിടെയും പരിശോധിച്ച് നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഡോക്ടർമാർ ധരിക്കുന്ന വസ്ത്രമൊക്കെ അവിടെ ഉണ്ട്. ഇതിന്റെ എൻഡിലേക്ക് പോയാൽ വീണ്ടും അടിയിലേക്ക് പോകാനുള്ള ഒരു ടണൽ. ഇവര് രണ്ടും കൽപ്പിച്ച് അതിലൂടെയും കൂടെ താഴത്തേക്ക് വരിക. ഒരു 400-500 അടി കാണും താഴ്ച. ഈ സമയത്ത് ആ പഴയ കെട്ടിയോൻ പുതിയ പെണ്ണിനെ വിളിക്കുന്നുണ്ട്. അവൾ കോൾ എടുക്കുന്നില്ല. അപ്പോൾ ഇയാളൊരു വോയിസ് മെസ്സേജ് അയക്കുക. നീ എന്നോട് സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ നിന്റെ പൂച്ചയെ കൊന്നു കളഞ്ഞു. അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും സംസാരിച്ചില്ലെങ്കിൽ ഇതുപോലെ നിനക്കും നടക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വോയിസ് മെസ്സേജിലൂടെ ഭീഷണിപ്പെടുത്തുകയാണ്. സംഭവം അവൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പൂച്ചയെ ഇവൻ വെടിവെച്ച് കൊന്നു കളഞ്ഞു. എന്നാൽ ഇപ്പം ഡിക്കിന്ന് ആ പൂച്ച ഒച്ച വയ്ക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഇറക്കി വിടറാന്നും പറഞ്ഞു. ഇയാൾ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ചത്തുപോയ പൂച്ചയ്ക്ക് ജീവൻ വെച്ചിരിക്കുന്നു. എന്നാൽ പൂച്ചയുടെ മുഖമൊക്കെ വികൃതമായി മാറിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് ഈ പൂച്ച വെളിയിലേക്ക് ചാടി ഇറങ്ങി എങ്ങോട്ടോ ഓടിപ്പോവുക. ഇയാൾ അതിന്റെ പേരും വിളിച്ച് പുറകെ ചെല്ലും. എന്നാൽ പൂച്ച ചുവരിന്റെ മണ്ടയിൽ കയറി അതിനു മേലെയുള്ള ഒരു ആന്റിനെ ചെന്ന് തല കുത്തിപ്പിടിച്ച് പൊട്ടിത്തെറിക്കുക. ഇതിന്റെ ശരീരത്തുണ്ടായിരുന്ന ആ ഫംഗസ് അത് അയാളുടെ മോന്തയ്ക്കും തെറിക്കും. അതേപോലെ പറമ്പി വെറുതെ പുല്ലുമേഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരു മാനിന്റെ മണ്ടയിലേക്കും വീഴുന്നുണ്ട്. ഈ നേരത്ത് നമ്മുടെ പിള്ളകള് താഴത്തെ ടണലിലേക്ക് എത്തി. അതിന്റെ എൻഡി ചെല്ലുമ്പം DTRA മാത്രം അകത്തേക്ക് വന്നാൽ മതി എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ്. ഇവരതും തുറന്ന് നോക്കുക. അപ്പം അകത്ത് വീണ്ടും ഒരു വലിയ ലോക്കർ. ഇതിനകത്താണ് ആ ഫംഗസ് ഉള്ളത്. ഈ ലോക്കറിന്റെ ഡോറിൽ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചുവന്ന ലൈറ്റ് ബീപ് 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 എന്ന് പറഞ്ഞ് കത്തുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോകണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നും പറഞ്ഞ് ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ ഈ മുറിക്കകത്ത് കുറെ എലികൾ, ഈ ഫംഗസ് ബാധിച്ച എലികൾ പ്രേതത്തെ പോലെ പരസ്പരം പച്ച കളറിൽ കടിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഈ എലികൾക്കൊക്കെ എന്താ പറ്റിയത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരുടെ ദേഹത്തൊക്കെ എന്തൊക്കെയോ പച്ചയുണ്ടല്ലോ. നമുക്കിവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാമെന്ന് പറയും കുഞ്ഞു ഹീറോ. എന്നാൽ ഈ പെണ്ണ് ആ പച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി മെല്ലെ അതിൻ്റെ അടുത്തേക്ക് പോവാ.